ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ എന്താ ഈ വേഷത്തിൽ എന്താ ഇങ്ങനെ ഇരിക്കണേ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ. ഞാനേ ഇപ്പം എഴുന്നേറ്റിട്ടേ ഉള്ളൂ. എഴുന്നേറ്റ ഉടനെ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഈ ഒരു സംഗതി ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഫ്രഷ് ആവുക പോലും ചെയ്യാതെ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. സംഗതി വേറൊന്നും അല്ല. ഇപ്പോൾ ഇത് നമ്മുടെ ഒരു ഈ ഒരു ഷോ ഇഷ്ടപ്പെടുന്നവർക്ക് അതിസന്തോഷകരമായിട്ടുള്ള ഒരു സീസണാണ്. അതായത് നമ്മുടെ ബിഗ് ബോസ് സീസൺ ആരംഭിച്ചിരിക്കുന്നു. മൊത്തം നമുക്ക് ബിഗ് ബോസ് സീസണിന്റെ ഇൻട്രോ എന്ന് നമുക്ക് പറയാം. അതായത് അഗ്നിപരീക്ഷയുടെ ആരംഭമായിരുന്നു. ഇന്നലെ 12 മണിക്കായിരുന്നു ലോഞ്ചിങ് വന്നത്. 12 മണിക്ക് ഹോട്ട്സ്റ്റാറിൽ ലോഞ്ചിങ്. 12 മണി എന്ന് പറഞ്ഞെങ്കിലും അവന്മാർ പറ്റിച്ച് 12:15 വന്നത്. 2 അഗ്നിപരീക്ഷയും, മലയാളം അഗ്നിപരീക്ഷയും തെലുങ്ക് അഗ്നിപരീക്ഷയും ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു സംഗതി ഇന്നലെ രാത്രി ഇത് 12 മണിക്ക് അഗ്നിപരീക്ഷ ലോഞ്ചിങ് ഇത് നോക്കി ഇരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചത്. എന്തായാലും ഇതിന്റെ റിവ്യൂ ചെയ്യുന്നവരൊക്കെ റിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഇന്നലെ രാത്രി ഇത് രണ്ടും കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോൾ കിടന്നുറങ്ങിയപ്പോൾ 3 മണി കഴിഞ്ഞു. അപ്പോൾ ഈ 3 മണി സമയത്ത് ഞാനിത് എന്തായാലും ചെയ്യണം എന്ന് ഞാൻ ഉറപ്പിച്ച് വെച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ചോദിക്കാനാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും റിവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആറേ കഞ്ഞി പഴങ്കഞ്ഞി അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലേ. പക്ഷെ ഞാൻ പറയണു ഈ പഴങ്കഞ്ഞീൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് അങ്ങനെ ഒരു പരിപാടി നോക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാവരും ചെയ്യുന്ന റിവ്യൂ പോലെയല്ല. ഞാൻ ഇപ്പോൾ അഗ്നിപരീക്ഷ ഇന്നിപ്പോൾ വേറെ തമിഴിൻ്റെയും കന്നഡയുടെയും കൂടെ ലോഞ്ചിങ് ആണ് ഇന്ന്. അപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ഭാഷയിലെ അഗ്നിപരീക്ഷയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ റിവ്യൂ ആയിട്ടാണ് ഞാനിനി എന്നും നിങ്ങൾക്ക് മുമ്പിലുണ്ടാവും. ഞാൻ നല്ല തിരക്കിലായിരുന്നു. ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്ത് അതിനെ കണ്ടിന്യൂസ് ചെയ്യാനുണ്ട്. പക്ഷെ ഞാനത് ചെയ്യാതെ ബാക്കി വെച്ച് ഞാൻ അപ്പോഴേ പറഞ്ഞു ഞാൻ എന്നും വീഡിയോ ഇട്ട് വരില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ കാണുന്ന ഏക പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ആണ്. ബിഗ് ബോസിന്റെ 6 ഭാഷയിലുള്ള 6 ഭാഷയും ഞാൻ കാണും. ഞാൻ കാണുന്ന ഏക ഷോയും ഏക പ്രോഗ്രാമും ഇത് മാത്രമാണ്, ബിഗ് ബോസ്. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊന്നും ആരും ചെയ്ത് ഇതുവരെ കണ്ടിട്ടില്ല കമ്പാരിസൺ. അതുകൊണ്ട് ഞാൻ ചില റിവ്യൂസ് ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ കാണാറുണ്ട്. പക്ഷെ ഞാനിത് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാനിതാ കട്ടിലേന്ന് എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് വരുവാണ്. അപ്പം ഞാൻ കുറച്ച് സമയത്തിന് ഞാൻ ഓടിപ്പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ ഇന്നലെ ഹെന്നയൊക്കെ കലക്കി വെച്ചായിരുന്നു. അപ്പം തലയിൽ കുറച്ച് ഹെന്നയൊക്കെ ചെയ്ത് ഓടി വരാം. ഞാൻ ഇന്ന് മുതൽ അഗ്നിപരീക്ഷയുടെ കമ്പാരിസണുമായിട്ട് നിങ്ങളുടെ മുമ്പിലുണ്ടാവും. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും കാണണം, അഭിപ്രായം പറയണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ജയ് ഹിന്ദ്. മറക്കരുത്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ റിവ്യൂ ആയിട്ട് വരും. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഓക്കെ, നന്ദി, നമസ്കാരം.